ഓക്കെ, അങ്ങനെ സൂപ്പർ കപ്പിൽ ബ്ലാസ്റ്റേഴ്സും ബാംഗ്ലൂർ എഫ് സിയും തമ്മിലുള്ളൊരു പോരാട്ടം നമ്മൾ കാണുകയാണ്. അതിൻ്റെ സൂചനകളുണ്ട്. ബ്ലാസ്റ്റേഴ്സും ബാംഗ്ലൂരും കളിക്കാനുള്ള സാധ്യതകളുണ്ട് സൂപ്പർ കപ്പിൽ. എന്നാൽ ഒരു സൂപ്പർ സദേൺ ഡെർബി നമുക്ക് ഒരിക്കൽ കൂടി കാണാൻ പറ്റും. കഴിഞ്ഞ 2 സദേൺ ഡെർബിയിലും ബ്ലാസ്റ്റേഴ്സിന് പരാജയപ്പെടുമെന്നായിരുന്നു വിധി. പക്ഷേ ഇത്തവണ ബ്ലാസ്റ്റേഴ്സിന് വേണമെങ്കിൽ ബാംഗ്ലൂർ എഫ് സിയിലൂടെ കളിക്കാം. അതിനുള്ള സാധ്യത എന്ന് വെച്ചാൽ അഥവാ ഫൈനലിൽ ബ്ലാസ്റ്റേഴ്സ് എത്തുവാണെങ്കിൽ ബാംഗ്ലൂർ എഫ് സിയുമായിട്ട് പോരാട്ടേണ്ടി വരും. ബാംഗ്ലൂർ എഫ് സിയും അതിൻ്റെ കയറി 2 ടീമും തമ്മിലൊരു പോരാട്ടമായിരിക്കും കാണാൻ പോകുന്നത്. അതിനുള്ള സാധ്യതകളുണ്ട്. പിക്ചേഴ്സ് നമ്മൾ നോക്കാൻ നേരത്ത് അതിൽ കണ്ടു തന്നെ അറിയാം. അപ്പോൾ ബാംഗ്ലൂർ എഫ് സി ഇപ്പോൾ അവരുടെ സ്കോഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവരുടെ സ്കോഡിൽ സൂപ്പർ താരങ്ങളെല്ലാവരും അണിനിറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ ഗോൾ കീപ്പിംഗ് നോക്കാൻ നേരത്താണ് ഗുർപ്രീത് സിംഗ് സന്ധു, അതുപോലെ സാഹിൽ പുനൈ, അതുപോലെ ലാൽമാവിയ റാൾട്ടെ എന്ന് പറയുന്ന ഒരു ഗോൾ കീപ്പറുണ്ട്. ഡിഫൻസിൽ രാഹുൽ ബേക്കെ, ചിംഗ്ലൻ സന, ജോവാനോവിച്ച്, മുഹമ്മദ് സല, അതുപോലെ തന്നെ അങ്കിയൽ ബൂട്ടിയ, അതുപോലെ തന്നെ പ്ലാൻഡെ, നിഖിൽ പൂജാരി, നോറം സിംഗ്, റോഷൻ സിംഗും, അതുപോലെ തന്നെ മിഡ്ഫീൽഡ്സിൽ ആരിഷ് പട്ടെ, അതുപോലെ തന്നെ സുരേഷ് സിംഗ് വാഞ്ചം, ആൽബർട്ടോ നഗുവേറ, സോം, അതുപോലെ തന്നെ പെട്രോ ക്യാപ്പോ, ഷെറീസ് കെറ്റഹർ, അതുപോലെ തന്നെ ഫനായി, അതുപോലെ ഷിവാൾഡോ സിംഗ്, വിനീത് വെങ്കടേഷ്. ഫോർവേഡ് മുന്നേറ്റ നിരയെ നോക്കാൻ തന്നെ റയൻ വില്യംസ്, അതുപോലെ തന്നെ ശിവശക്തി നാരായണൻ, സുനിൽ ഛേത്രി, എഡ്കാർ മെൻഡസ്, അതുപോലെ തന്നെ ഒളിചരൻ നസറി തിരിച്ചു വന്നിട്ടുണ്ട്. പരിക്കുന്ന ശേഷം ഒളിചരൻ നസറി സ്കോഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ രോഹിത് ധനു, ഓർക്കെ പെരേര ഡയസ്, അതുപോലെ തന്നെ കെൽവിൻ സിംഗ്. ഇത്രയും സൂപ്പർ താരങ്ങളാണ്. അപ്പോൾ സുനിൽ ഛേത്രി, ഓർക്കെ പെരേര ഡയസ് എല്ലാവരും ഉണ്ട്. സൂപ്പർ താരങ്ങളെല്ലാം അണിയുന്ന ഒരു സ്കോഡ് തന്നെയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതിൽ നമ്മൾ പറഞ്ഞ പോലെ ഫൈനലിൽ സാധ്യതയുണ്ട് ബ്ലാസ്റ്റേഴ്സും ബാംഗ്ലൂരും കളിക്കാൻ. അപ്പം അത് നടക്കട്ടെ എന്ന് നമ്മൾ പ്രതീക്ഷിക്കാം. എന്തായാലും ബാംഗ്ലൂർ കടിക്കട്ടി സ്കോഡായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് വെച്ചൊരു സ്കോഡായിട്ട് തന്നെ പ്രഖ്യാപിക്കട്ടെ. ഉടൻ തന്നെ പ്രഖ്യാപനം വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.